നസ്കർ ഫെബ്രുവരി മാസം 28-ന് തുടങ്ങിയതാണ് പശ്ചിമേഷ്യയിലെ യുദ്ധം. അമേരിക്കയും ഇസ്രയേലും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഇറാന് നേരെ ബോംബിട്ടപ്പോൾ അവർ വിചാരിച്ചത് ഉടനടി യുദ്ധം ജയിക്കുമെന്നാണ്. പക്ഷെ 3 മാസം പിന്നിട്ടിട്ടും യുദ്ധം അവസാനിച്ചിട്ടില്ല. ഏപ്രിൽ 8-ന് ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അമേരിക്ക സമാധാനത്തിൻ്റെ പച്ചക്കൊടി കാണിച്ചു. അല്ലാതെ മറ്റൊരു നിവൃത്തിയുണ്ടായിരുന്നില്ല. 3 മാസമായിട്ടും അമേരിക്ക ഭീഷണിയും മുന്നറിയിപ്പും തുടരാക്രമണങ്ങളും ഒക്കെ നടത്തിയിട്ടും ഇറാൻ കുലുങ്ങിയില്ല. ആദ്യ ദിനത്തിൽ തന്നെ ഇറാന്റെ സുപ്രീം ലീഡർ അടക്കം ഏതാണ്ട് 40-ലധികം പ്രമുഖ നേതാക്കളെയും സൈനിക തലവന്മാരെയും വധിച്ചെങ്കിലും ഇറാൻ ചെറുത്തുനിൽപ്പ് തുടരുന്നു. പലതരത്തിൽ അനുനയനങ്ങൾക്ക്, ഭീഷണിക്ക്, സമ്മർദ്ദങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഏപ്രിൽ 8-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒരു തവണ ചർച്ച നടന്നു. പക്ഷെ ചർച്ച വിജയിച്ചില്ല. പിന്നീട് നീണ്ട കൂടിയാലോചനകൾക്ക് ശേഷം ഇറാൻ പ്രതിനിധികൾ ഒരിക്കൽ കൂടി പാകിസ്ഥാനിലെത്തി. പക്ഷേ തലേ ദിവസം തന്നെ അമേരിക്ക ചർച്ച അവസാനിപ്പിച്ച് മടങ്ങി. അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇതുവരെ അമേരിക്ക നടത്തിയ യുദ്ധത്തിനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം, ഹിസ്ബുള്ള അടക്കമുള്ള ഭീകര സംഘടനകളെ സംരക്ഷിക്കണം തുടങ്ങിയ വലിയ ആവശ്യങ്ങളാണ് ഇറാൻ മുമ്പോട്ട് വച്ചത്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് അമേരിക്ക സൗകര്യപൂർവ്വം പിന്മാറുന്ന കാഴ്ചയാണ്. യുദ്ധം വിജയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ സൗകര്യപൂർവ്വം യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു തന്ത്രപൂർവമായ നീക്കം ആരംഭിച്ചു. ആ നീക്കം വിജയിച്ച സാഹചര്യം രൂപപ്പെട്ടു. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും സമാധാനത്തിലേക്ക് മടങ്ങി. UAEയും സൗദി അറേബ്യയും ഖത്തറും കുവൈറ്റും ബഹ്റൈനും അടങ്ങുന്ന GCC രാജ്യങ്ങളിൽ ജനജീവിതം പുനഃസ്ഥാപിക്കപ്പെട്ടു. വിമാന കമ്പനികൾ സർവീസ് ആരംഭിക്കാൻ തുടങ്ങി. കഴുത്തറക്കുന്ന നിരക്ക് കുറയുകയും ആളുകൾ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. യുദ്ധം പ്രതിസന്ധിയിലാക്കിയ UAE അടക്കമുള്ള രാജ്യങ്ങളിലെ ലക്ഷക്കണക്കിന് മലയാളികൾക്ക് വീണ്ടും പ്രത്യാശയുടെ വാതിൽ തുറന്നു കിട്ടി. ഇതിനിടയിൽ UAE അമേരിക്കയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് ഇസ്രയേലിന്റെ സംരക്ഷണം തേടുന്നു. ഇസ്രയേൽ അയൺ ഡോം വരെ അയച്ച് UAEയുടെ ആകാശത്തിന് സുരക്ഷ ഉറപ്പാക്കുന്നു. ഇതിൽ പ്രകോപിതരായി ഇറാൻ വീണ്ടും UAE ആക്രമിക്കുന്നു. പക്ഷെ ആക്രമണം ഫലപ്രദമായില്ല. ഇതിനിടയിൽ പല ബന്ധങ്ങളും മാറിമറിയുന്നു. UAEയും പാകിസ്ഥാനും തമ്മിൽ തെറ്റുന്നു. പാകിസ്ഥാൻ കൊടുത്തു തീർക്കാനുള്ള കടം അവർ തിരിച്ചു ചോദിക്കുന്നു. സൗദി അറേബ്യ പാകിസ്ഥാന്റെ സഹായത്തിനെത്തുന്നു. പാകിസ്ഥാൻ സൗദി അറേബ്യയിൽ നിന്ന് പണം വാങ്ങി UAEക്ക് കൊടുക്കുന്നു. UAE ഇന്ത്യയുമായി കൂടുതൽ ദൃഢമായ ബന്ധമുണ്ടാക്കുന്നു. അങ്ങനെ പശ്ചിമേഷ്യയിലെ സമവാക്യങ്ങൾ മാറിമറിയുകയാണ്. എന്നിരുന്നാലും പശ്ചിമേഷ്യ പതിവ് രീതിയിലേക്ക് മടങ്ങി വരുന്നു എന്ന ആശ്വാസം അവിടെ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവരുമായ മനുഷ്യർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ദിനമായിരുന്നു ഇന്നലെ. അമേരിക്കയും ഇറാനും തമ്മിൽ ഗൗരവത്തോടെ ചർച്ചകൾ നടക്കുന്നെന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചേക്കുമെന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതോടെ എണ്ണവില താഴാൻ തുടങ്ങുന്നു. സമാധാന ചർച്ച ഏതാണ്ട് വിജയിച്ചെന്നും തിങ്കളാഴ്ച, അതായത് ഇന്ന്, പരസ്പരം ഞങ്ങൾ ധാരണയിലെത്തി കരാറിൽ ഒപ്പിടാനുള്ള സാധ്യതയുണ്ട് എന്നും അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രസ്താവന ഇറക്കുന്നു. ആ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കളയാതെ ഇറാൻ മിലിറ്ററി വക്താവ് ഇസ്മയിൽ ബക്കായിയും രംഗത്തെത്തുന്നു. ബക്കായി പറഞ്ഞത് സമാധാന കരാർ ഒപ്പിടാറായെന്നും എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്നുമൊക്കെയുള്ള അവകാശവാദങ്ങൾ തെറ്റാണ്. എന്നാൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഞങ്ങൾ തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ അതിൻ്റെ കൃത്യമായ വിവരം പുറത്തു വരുമെന്നാണ്. ട്രംപ് പലപ്പോഴും ഇത്തരം അവകാശവാദങ്ങൾ നടത്താറുണ്ടെങ്കിലും ഇറാൻ പൊതുവെ അത് ഗവനിക്കാറില്ല. അവർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇറാൻ സ്ഥിരീകരിച്ചതോടെ ലോകത്തിന് വലിയ പ്രതീക്ഷയായി. എന്നാൽ രാത്രിയിൽ നമ്മൾ കേൾക്കുന്നത് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. അമേരിക്കൻ മിലിറ്ററി ഇറാനിൽ വീണ്ടും ബോംബിട്ടു എന്ന വാർത്ത. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പതിവ് രീതി ബോംബുമായി വിമാനം പറന്നുയരുമ്പോൾ തന്നെ ബോംബിട്ടു എന്ന് അവകാശപ്പെടുകയാണ്. ഇവിടെ ട്രംപ് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഇറാന്റെ തുറമുഖ നഗരമായ ബന്ദാർ അബ്ബാസിൽ ഉഗ്ര സ്ഫോടനമുണ്ടായി എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറെ വൈകാതെ അമേരിക്കൻ സെൻട്രൽ കമാൻഡന്റ് വക്താവ് ഇത് സ്ഥിരീകരിച്ചു. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്തത്. ഇറാൻ അമേരിക്കൻ സൈന്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ ചില നീക്കങ്ങൾ നടത്തി. ഹോർമുസ് കടലിടുക്കിൽ അവർ മൈനുകൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളെയും മൈൻ കേന്ദ്രങ്ങളെയുമാണ് ഞങ്ങൾ തകർത്തത്. അമേരിക്കൻ സൈന്യം അവരുടെ സുരക്ഷയെ കരുതി സ്വയം ചെയ്യുന്നതാണ്. ഇതിന് രാഷ്ട്രീയ അനുമതിയുടെ ആവശ്യമില്ല എന്നാണ് മിലിറ്ററി വക്താവ് പറഞ്ഞത്. ഈ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചു.
അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇറാനും ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എത്ര നാശനഷ്ടം ഇവിടെ ഉണ്ടായി എന്നതിനെക്കുറിച്ചും നിശ്ചയമില്ല. ഇറാന്റെ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ബന്ദാർ അബ്ബാസ്. സമാധാന ചർച്ച നടക്കും എന്ന തോന്നലുണ്ടാവുകയും യുദ്ധം അവസാനിച്ചേക്കും എന്ന സൂചന പുറത്തു വരികയും ചെയ്തതിന് തൊട്ടു പിന്നാലെ എന്തിനാണ് അമേരിക്കൻ പട്ടാളം ഇങ്ങനെയൊരു കടുംകൈ ചെയ്തത് എന്ന ചോദ്യം പലരും ഉയർത്തുന്നു. അമേരിക്കൻ സൈന്യത്തിന് അതിൻ്റെതായ വിശദീകരണങ്ങൾ ഉണ്ടാവും. എന്നാൽ സമാധാനത്തിന്റെ പടിക്കൽ കൊണ്ടുപോയി ബോംബിട്ട് കലമുടച്ചു എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ പ്രകോപനകരമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നത് മാത്രമാണ് പ്രതീക്ഷ നൽകുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാത്തതിൻ്റെ കാരണം ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമല്ല എന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ ഇക്കുറി പുതിയ ചർച്ചകൾക്ക് രൂപം കൊടുത്തതും എന്തെല്ലാം പ്രശ്നപരിഹാരം ഉണ്ടാവണം എന്നത് രണ്ടാമതായി വയ്ക്കാം. ഇപ്പോൾ തൽക്കാലം വെടിനിർത്താം, അതിന് ഭാഗമായി ഹോർമുസ് കടലെടുക്ക് തുറന്നു കൊടുക്കാം എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. ഈ സമയത്ത് ഹോർമുസ് കടലെടുക്ക് തുറന്നു കൊടുക്കുന്നു. ഏപ്രിൽ 8 വെടിനിർത്തൽ ആരംഭിച്ചെങ്കിലും ഹോർമുസ് കടലെടുക്ക് തുറക്കാതെ വന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചു. തുടർന്നാണ് അവിടെ ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയത്. ഇതോടെ ഇറാന്റെ എണ്ണക്കപ്പലുകളുടെ ചലനവും നിലച്ചു. ഇത് വലിയ പ്രതിസന്ധിക്ക് കാരണമായി എന്നാണ് റിപ്പോർട്ട്. ഈ പശ്ചാത്തലത്തിലാണ് തൽക്കാലം വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുക. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നടത്തുന്നു. പകരം ഹോർമുസ് കടലെടുക്ക് തുറന്നു കൊടുക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇറാൻ ഇതിനോടകം സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയം എന്തു ചെയ്യുമെന്നതാണ്. ഏതാണ്ട് 440 കിലോഗ്രാം യുറേനിയം ഇറാന്റെ കൈവശമുണ്ടെന്നും അവ തങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊരു മധ്യസ്ഥനോ വിട്ടുകൊടുക്കണം എന്നുമാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ ഇറാൻ അതിന് വിസമ്മതിക്കുന്നു. അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. ഉപരോധത്തെക്കുറിച്ചുള്ളത് അടക്കമുള്ള ചർച്ചകൾ പിന്നീട് ചെയ്യാം. തൽക്കാലം ഹോർമുസ് കടലെടുക്ക് തുറക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ എത്തിയപ്പോഴാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി രൂപപ്പെട്ടതും ഇറാനിൽ അമേരിക്ക ബോംബിട്ടതും. ഇത് വലിയ ആശങ്കയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് UAE-ക്ക്. ഇറാന്റെ ഏറ്റവും വലിയ ടാർഗറ്റ് UAE ആണ്. UAE മാത്രമാണ് ഒരു തരത്തിലും ഇറാനോട് വഴങ്ങാൻ കൂട്ടാക്കാത്ത രാജ്യം. സൗദിയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനുമായി സന്ധിയിൽ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ UAE ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല. ഇറാൻ ഭീകര പ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിക്കുന്നു. ഒരു തരത്തിലും അവരെ അനുവദിക്കരുത്, അവരെ ഇല്ലാതാക്കണം എന്നതാണ് UAE-യുടെ നിലപാട്. ഈ പശ്ചാത്തലത്തിൽ UAE-ക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായേക്കുമെന്ന് മലയാളികൾ കൂടി ഭയപ്പെടുന്നു. UAE ബിസിനസ് ചെയ്യുന്ന മലയാളികളടക്കം ആശങ്കയുടെ മുൾമുനയിലേക്ക് വീണ്ടും എത്തപ്പെട്ടിരിക്കുന്നു. ദുബായ്, അബുദാബി എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് പതിവ് പോലെ വിമാനങ്ങൾ സർവീസ് ചെയ്തു തുടങ്ങിയ സമയത്താണ് വീണ്ടും പ്രതിസന്ധി രൂപപ്പെടുന്നത്. ഇറാൻ ഇത് അവഗണിക്കുമെന്നും പ്രശ്നമില്ലാതെ ചർച്ചകളുമായി മുമ്പോട്ട് പോകുമെന്നുമുള്ള പ്രതീക്ഷയാണ് ഇവർക്കൊക്കെ ഇപ്പോൾ ബാക്കിയുള്ളത്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഇസ്രായേലും ലെബനോനു നേരെയുള്ള ആക്രമണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയെ തീർക്കാനുള്ള യത്നം ഞങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അതിശക്തമായി ലെബനോനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നു എന്നാണ് അറിയിച്ചത്. അമേരിക്ക ഇറാനിൽ ബോംബിട്ടതും ഇസ്രായേൽ ലെബനോനിൽ ആക്രമണം കടുപ്പിച്ചതും സമാധാന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നു. ഇതിനിടയിൽ മറ്റൊരു വിചിത്രമായ വാർത്ത പുറത്തു വരുന്നു. യുദ്ധം അവസാനിക്കുന്നു എന്ന് നേരത്തെ പ്രഖ്യാപിച്ച റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറയുന്നു, ഞങ്ങൾ കീവിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടുവെന്ന്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ലാത്തത്രയും വലിയ ആക്രമണം റഷ്യ നടത്തി എന്നാണ് റിപ്പോർട്ട്. കീവിലുള്ള വിദേശികളോട് ഒഴിഞ്ഞു പോകാനും റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീരുമെന്ന് പ്രതീക്ഷിച്ച 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങളും വീണ്ടും വഷളാകുന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് തീർക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ.